ചേട്ടാ, ഈ കേരളത്തിലെ രാഷ്ട്രീയ സമ്മേളനങ്ങളൊക്കെ കൂടുന്നതിന് ഈ വരുന്ന ആളുകൾക്കൊക്കെ പൈസ കൊടുക്കേണ്ടതുണ്ടോ? അത് വല്ലാത്ത ചോദ്യമാണ്. ഇതിന് ഉത്തരം പറയാൻ കൃത്യമായ ഉത്തരം പറയാം. കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ ജനകീയ കോടതി ഹാഷ്മി അവതരിപ്പിച്ച ജനകീയ കോടതി പരിപാടിയിൽ AKM ആൾ കേരള മെൻസ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ആയിരുന്നു കോടതിയിൽ പ്രതിയായിട്ട് വന്നിരുന്നത്. അതൊരു പരിപാടി എങ്ങനെ ആയിക്കോട്ടെ, അത് അവരുടെ രീതിയാണ്. അപ്പൊ അതിനകത്ത് അജിത് കുമാറിന്റേതായ കുറെ കാര്യങ്ങൾ ഹാഷ്മി തുറന്നു കാണിക്കുന്നു. വോയിസ് ക്ലിപ്പുകൾ, അത് എഡിറ്റഡ് പരിപാടിയായിരിക്കും. അഖിൽമാരാരുടെ വിഷയത്തോടുകൂടി ആ പരിപാടിയുടെ ഒരു ഏകദേശ ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഒരു കണക്ക് പറയാണ്. അതായത് ഈ ഗ്രീഷ്മയെ തൂക്കിലേറ്റാൻ വിധിച്ച ജഡ്ജിയുടെ കട്ടൗട്ടറിൽ പാലഭിഷേകം നടത്തിയതിന് AKMക്ക് ചെലവായ ചെലവ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരാൾക്ക് 800 രൂപ വെച്ച് 17,000 രൂപ ഒരു കണക്ക് പറയുമ്പോൾ പരിപാടിയിൽ വരുന്നവർക്കൊക്കെ 800 രൂപ വെച്ച് കൊടുക്കും. അജിത് കുമാർ വളരെ കൂളായിട്ട് കൊടുക്കും. പരിപാടിക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ പുറത്ത് ആളെ വിളിക്കും. അത് സ്വാഭാവികമായിട്ടും ചെയ്യുന്നതാണ്. പക്ഷെ ഈ പോസ്റ്റിനടിയിൽ വന്ന കമന്റുകൾ ഒരുപാട് പേര് അജിത് കുമാറിനെ ചീത്ത വിളിക്കുന്നു. പക്ഷെ അത് കൂടുതൽ പേരും പറയുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നപുംസകങ്ങള് ഇത് പറയാതെ ചെയ്യുന്നു, ഇയാൾ ഇത് പറഞ്ഞിട്ട് ചെയ്യുന്നു. ശരിയാണ്. ഒന്നും ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര് റോഡിലാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഒരു സമരം നടത്തുന്നതിന് 10,000 20,000 എന്തായാലും വേണം. CPM-നെയും കോൺഗ്രസിനെയും ഈ പറയപ്പെടുന്ന BJP-യെ മാറ്റി നിർത്താം. ഇവരുടെ പരിപാടിക്ക് പോലും ഇപ്പൊ ഞാൻ അറിയാം, BJP-യുടെ ഒരു പരിപാടി, ഒരു സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുന്നു. എല്ലാ ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും ബസ്സും കാറും ഒക്കെ വിളിച്ചിട്ടാണ് ഇവർ പോകുന്നത്. മിനി ബസ്സുകൾ വിളിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആയാലും ഈ പറയപ്പെടുന്ന CPM-ന്റെ ആയാലും ഇവരൊന്നെങ്കിൽ നാട്ടുകാരെ ഇത് പിരിക്കും. അപ്പൊ ഈ BJP-കാർക്കും CPM-കാർക്കും കോൺഗ്രസ്സുകാർക്കും പിരിക്കാനുള്ള വകുപ്പുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇവർ ഈ ഫണ്ട് കളക്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ പോകുന്നത്. പിന്നെ ഈ രാഹുലും നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ കോൺഗ്രസിന്റെ വലിയ സമ്മേളന പരിപാടികളൊക്കെ വരുമ്പോൾ ഇത് പിരിവെടുക്കാൻ രസീതേ കിട്ടത്തുള്ളൂ. പിരിച്ചിട്ട് ഇവർക്ക് അങ്ങോട്ടും കൊടുക്കണം. ഈ അടുത്ത കാലത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോട്ടുണ്ട് നിമിഷം വെച്ച് ജ്യോതികുമാർ ചാമക്കാരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേസമയം BJP-ക്ക് അങ്ങനെയല്ല. BJP ഫണ്ട് അങ്ങോട്ട് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല, എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ പക്ഷേ ഈ ചെറിയ പാർട്ടികളുണ്ടല്ലോ, ഈ നാട്ടിലുള്ള ഈ കൊച്ചു പാർട്ടികളുണ്ട്, പ്രാദേശിക പാർട്ടികളെ കൊച്ചു പാർട്ടികൾ, ഇവരുടെയൊക്കെ പരിപാടികൾക്ക് ആളെ കാണിക്കാൻ പണം കൊടുത്താലേ ആളെ കിട്ടും. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഈ ഇടയ്ക്ക് നടന്നു. അതിലൊന്നാണ് ഈ പറയുന്ന PV എന്നൊരു പാലക്കാട് നടത്തിയ പ്രകടനം. അവിടെ അവർക്കറിയില്ല ഇവർ ആരെ കാണാനാണോ വന്നൊരു ഫോട്ടോ എടുത്തിട്ടുള്ളത്, ഇതാണ് നമ്മുടെ നേതാവ് എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ തുറന്നു കാണിക്കുന്ന മാധ്യമ പ്രവർത്തകർ. നമ്മൾ വലിയ സംഭവമൊന്നുമല്ല, ഇത് ഉറപ്പായിട്ട് 100% പണം കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ ആളുകളെ എത്തിക്കുന്നത്. അല്ലെ, ഈ പ്രാദേശിക പാർട്ടികൾ പോയിട്ട് ഒന്ന് ആലോചിച്ചു. കേരളത്തിലെ മുൻനിര പാർട്ടികളായിട്ടുള്ള കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും BJP-ക്കാണെങ്കിലും ഒരു പാർട്ടി പരിപാടിക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ പോകുന്നവർക്കെല്ലാം ആഹാരം വാങ്ങിച്ചു കൊടുക്കണം. ആ പോകുന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് കാശ് കൊടുക്കണം. പിന്നെ ചിലർക്ക് അല്ലാതെ തന്നെ 10-20 ഒരു കാശ് കൊടുക്കണം. അതിപ്പോ ഇപ്പോഴും അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്ക് ഞങ്ങൾ ഇത്രയും പേരെ കൊണ്ടുവന്ന് നാളാവാൻ കാണിക്കാൻ വേണ്ടി അവർ കയ്യിൽ ചെയ്യും. ഈ അൻവറിന്റെ പാർട്ടി പോലുള്ള പാർട്ടിക്കാരെന്ത് ചെയ്യും? ഈ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏജൻസികളെ ഏൽപ്പിക്കും. ഈ ഇവിടെ നാട്ടില് മുക്കിന് ഇഷ്ടംപോലെ പരിപാടിയുണ്ട്. ഈ മറൈൻ ഡ്രൈവിലാണ് ഇതിന്റെയൊക്കെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് രാത്രി 8 മണിയായി. സംസ്ഥാന സമ്മേളനം ജില്ലാ സമ്മേളനം, എറണാകുളം ജില്ലാ സമ്മേളനം. അവിടെ ഗാനമേള നടക്കണം, നാടൻ പാട്ട് നടക്കണം. അവിടെ ആരുമില്ല. മുന്നിൽ ഒരു 10 പേര്. ഞാൻ വിചാരിച്ചു CPM-ന്റെ അവസ്ഥ. പിന്നെ ഞാൻ തിരക്കപ്പെടുന്ന നല്ല നിറച്ച ആളുണ്ടായിരുന്നു. പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടി അവരൊക്കെ പോയി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും CPM-നൊക്കെ ഇവിടെ സഖാക്കന്മാർ ഇപ്പൊ വരണമെങ്കിൽ ഇത് വലിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളാണ് ഈ പരിപാടി എടുത്ത് നടത്തുന്നത്, അല്ലെ? അപ്പൊ സ്വാഭാവികം ഒരുപാട് PR ഏജൻസികളുണ്ട്. ചിലപ്പോ നോക്കിക്കഴിഞ്ഞാൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും പരിപാടിക്ക് അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ പരിപാടിക്കാണെങ്കിലും ഒരേ മുഖങ്ങൾ നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഈ ആളുകളെ സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വലിയ സത്യം. ഇത് പാർട്ടി പരിപാടിക്ക് മാത്രമല്ല. ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടി പുറത്തിറക്കുന്നതിനകത്ത് സ്വീകരിക്കാൻ ചെയ്ത പെണ്ണുങ്ങളെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ വിളിച്ചിട്ട് അവസാനം വേറൊരു സ്ത്രീയുടെ ഒരു വീഡിയോ, ഒരു ബ്ലോഗർ എടുത്തിട്ട് വൈറലായിട്ട് ഏത് ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി എനിക്കെന്താ വേണം ചോദിക്കുന്നത് വീഡിയോയും നമ്മൾ കണ്ടത്. അതിനകത്ത് വേറെ ചെറിയൊരു ഫ്ലെക്സ്, അതായത് ചെറിയൊരു നമ്മുടെ പേപ്പറിനകത്ത് എഴുതിയ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ ഇറങ്ങിയായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അയാളുടെ തന്നെ ഏതോ ഒരു കമ്പനിയുടെ ID കാർഡ് ഇട്ടുണ്ടോ മാനേജർ ID കാർഡ് പൂരിപ്പിച്ച് മാറ്റി നിർത്തുന്നതൊക്കെ നമ്മൾ അതിനകത്ത് കണ്ടതാണ്. ഇത് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെടുന്ന 24 ചാനലാണല്ലോ ഈ പരിപാടി. ഈ ചാനലിന്റെ പരിപാടികളുണ്ട്. കോളേജ് സ്റ്റുഡൻസ്, ഓട്ടോക്കാരെന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരിക്കുന്ന പരിപാടികളുണ്ട്. ഈ അലിൻ ജോസ് പെരേര ഓട്ടോക്കാരനായിട്ട് യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഓട്ടോക്കാരനാണോ അലിൻ ജോസ് പെരേര? ഓട്ടോ ഓടിക്കാൻ പോലും അറിയത്തില്ല. എനിക്ക് ഇതിന്റെ ഗിയർ കിട്ടുന്ന പോലും അറിയാൻ പറ്റുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഈ അലിൻ ജോസ്. എനിക്ക് അറിയത്തില്ല. എന്നാൽ പോലും അയാളെ ഓട്ടോക്കാരനായിട്ട് അവിടെ കൊണ്ടെടുത്തില്ല. ഇതും പൈസയ്ക്ക് എന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അതെ,
അപ്പൊ ഇതിനൊക്കെ പോകാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഈ അടുത്ത സമയത്ത് ചിരി വരുന്ന സംബന്ധിച്ച് ഈ അടുത്ത സമയത്ത് ഒരു പ്രാദേശിക പാർട്ടി ഒരു എം എൽ എ മാത്രമുള്ള ആ MLA മാത്രം നേതാവുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ പരിപാടിക്ക് ഒരു സമരം നടക്കുന്നൊന്ന് വരുമോ, ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളെ വിളിച്ചിട്ട് വരി. ഞാൻ അവിടെ എടുക്കാൻ ചെന്ന സമയത്ത് എല്ലാം ഒരേ പ്രായത്തിലുള്ള ഒരു 100 പ്രവർത്തകര് വെള്ളയും ഇട്ട് നിൽക്കുക. അപ്പൊ സംഭവം എന്തോ ഇതേതോ കോളേജിൽ നിന്ന് ബൾക്കായിട്ട് എടുത്തേക്കുന്ന പിള്ളേർ, അവർക്ക് ഈ പാർട്ടി അറിയത്തില്ല, ഈ നേതാവിനെ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. മുന്നിൽ നിൽക്കുന്ന 4-5 പേര് മാത്രമാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് അതിനകത്തുള്ളത് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ നിലപാട് തുറന്നു പറഞ്ഞ അജിത് കുമാറിന്, കാരണം AKMയെ സംബന്ധിച്ചിടത്തോളം ഈ ഇവർ കാണിക്കുന്ന ചില പരിപാടികൾ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാതെ സവാദിന് മാലയിടുക, ഈ പറയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പടക്കം പൊട്ടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആണുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, പക്ഷെ ആണുങ്ങൾ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതെ, പക്ഷെ അതിനൊക്കെ അവരുടേതായ ന്യായീകരണങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരു സംഘടന ഉള്ളത് നല്ലതാണ്. പക്ഷെ ആ സംഘടന ഇത്തരത്തിലാകണമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നു. ഇപ്പൊ പുരുഷാവകാശ സംഘടനയെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. പുരുഷാവകാശ സംഘടന വേണമെന്നാണ് എന്റെ ഒരു ഭാഗം. അതിന് ഞാൻ കാരണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഉദിത് നാരായണനുമായി ബന്ധപ്പെട്ട വിഷയം. ഉദിത് നാരായണൻ ഒരു ഗാനവേളയ്ക്ക് പാടുന്നു. അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം പതുക്കെ അടുത്തേക്ക് വിളിക്കുന്നു സെൽഫി എടുക്കാൻ വേണ്ടി. ഈ പെൺകുട്ടി ചെയ്ത് എന്താ, ഓടി ഇങ്ങോട്ട് ആദ്യമേ ചെയ്ത് ഉദിത് നാരായണൻ ഒരു ഉമ്മ കൊടുത്തിട്ട് സെൽഫി എടുത്തപ്പോൾ ഉദിത് നാരായണൻ തിരിച്ചൊരു ഉമ്മ കൊടുത്തു. ഉദിത് നാരായണൻ കൊടുത്ത ഉമ്മ ചൂണ്ടിലായി പോയി. അപ്പൊ ഇവൾക്ക് അത് ഭയങ്കര എൻജോയ് ചെയ്ത് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനുശേഷം വരുന്ന പെണ്ണുങ്ങൾ മുഴുവൻ ഇയാളുമായിട്ട് ഇടിച്ചു കയറുകയാണ്. ഇയാളുടെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിന് ഉദിത് നാരായണൻ എല്ലാവരും വലിച്ചു കുട്ടിക്കുക. എടാ, പെണ്ണിനാകാമെങ്കിൽ എന്തുകൊണ്ട് ആണിനായിക്കൂടാ? അതെ, അയാൾ ആരെയും ഫോഴ്സ് ചെയ്ത് വിളിക്കുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് പാട്ട് പാടാൻ വന്നു, അദ്ദേഹത്തിനോട് സെൽഫി എടുക്കാൻ വരുന്ന അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് ഉമ്മ വെച്ചിട്ട് പോകുന്നു. അതിനകത്തൊരു തെറ്റുമില്ല. ഈ പറയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഇത്തരം പ്രവർത്തികളോട്, ബോബി ചെമ്മണ്ണൂരിന്റെ ഉള്ള അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് അയാളെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ടാവും, നെറ്റിൽ തപ്പിയാലുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിലുള്ള പ്രൊമോഷന് വേണ്ടി എന്തും ചെയ്യുന്ന പരിപാടി ഇതിനോടൊന്നും എനിക്ക് യാതൊരു വിധമായ മതിപ്പില്ല. എങ്കിൽ പോലും ഞാൻ പറയട്ടെ, ഈ പറയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഇവരെയും കൂടി നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ അവകാശങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഞാൻ പറയാണ്, അവരതിനെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ പണം കിട്ടും, കാര്യങ്ങൾ കിട്ടും, അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഈ പരാതിയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ അവർ അന്നേ പറയണമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കേസുകളിൽ, എത്രയോ ഡിവോഴ്സ് കേസുകളിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പയ്യനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, ചേട്ടൻ ഞാൻ സ്വർണം മേടിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് കല്യാണത്തിന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞപ്പോൾ വന്ന് ഈ ബന്ധം ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല. സ്വർണ്ണമൊക്കെ തിരിച്ചു വന്നു. 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് കല്യാണ ചെലവ് മൊത്തം നടത്തി കല്യാണം നടത്തിയ പയ്യനാണ്. 10 ലക്ഷം രൂപയാണ് ഈ പെണ്ണിന് ഇവർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നത്. ഈ അടുത്തിടയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യന്റെ വിവാഹം കഴിഞ്ഞു. വെറും 10 ദിവസമാണ് ഇവർ ഒരുമിച്ച് താമസിച്ചത്. ഇവരുടെ ലീവ് കഴിഞ്ഞിട്ട് ഇവന് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. ഗൾഫിൽ പോയതിനു ശേഷം ഈ പെൺകുട്ടി ഇവന്റെ വീട്ടിൽ നിൽക്കില്ല, ഇവനെ വിളിച്ച ഫോൺ എടുക്കില്ല, ഇവരെ വേണ്ട. ഇപ്പൊ എന്താ കാരണം എന്ന് പോലും അറിയില്ല. ഇവനിപ്പോ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തേക്കാം. അവന് എത്ര രൂപ നഷ്ടമാണ്. അവന് സ്ത്രീധനമായിട്ട് പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങളെല്ലാം പെൺകുട്ടി തന്നെ കൊണ്ടുപോയി. ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കാർ വാങ്ങിച്ചു കൊടുത്ത് കാർ തിരിച്ചു കൊടുത്തു. ഇവൻ പറഞ്ഞു, എന്റെ പൊന്നിയുടെ ഒരു 10-12 ലക്ഷം രൂപ എന്റെ കല്യാണത്തിന് റിസപ്ഷൻ ഒന്ന് നടത്താൻ വേണ്ടി ചിലവാക്കി. പൊക്കോട്ടെ, സാരമില്ല, തലവേദന ഒഴിഞ്ഞല്ലോ. അതായത് അവന് ടെൻഷൻ അടിക്കാൻ വയ്യ. അവന്റെ പേര് കൊണ്ടുപോയി കേസ് കൊടുത്ത് ഭീഷണിപ്പെടുത്തിയേക്കാണ്. ഈ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് ചോദിക്കാനും പറയാനും നിവിൻ പോളിയുടെ കേസിൽ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത പെണ്ണിന് വേണ്ടി രാഹുൽ ഈശ്വറിന്റെ വാദങ്ങളെല്ലാം സത്യമാകുന്നവിടെയാണ്. ആ പെൺകുട്ടി ആരോപണം ഉന്നയിച്ച സ്ത്രീക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി എടുക്കുന്നില്ല? ആ പെൺകുട്ടി തെറ്റാണ് ചെയ്തതെന്ന് കണ്ടെത്തിയാൽ എന്തുകൊണ്ട് നിയമ നടപടി എടുക്കുന്നില്ല? ഇത് ചോദിക്കാൻ ഒരു സംവിധാനമാണ്. ഇക്വാലിറ്റിയുടെ കാലത്തിലൂടെയാണ് പോകുന്നത്. ഇതിനകത്ത് നമ്മൾ അംഗീകരിക്കുക, എത്ര മുഖ്യമന്ത്രിമാർ വനിതകളായിട്ടുണ്ടെന്നൊക്കെയുള്ള ഹാഷ്മിയുടെ ന്യായമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ വട്ടിയൂർക്കാവ് അജിത് കുമാർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ അംഗീകരിച്ചു കൊടുക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, ഒരു സ്ത്രീക്ക് കിട്ടുന്ന പരിഗണനയാണോ ആണിന് കിട്ടുക? ഒരിക്കലുമല്ല. ആ സ്ത്രീയോട് എന്താ കാര്യമൊക്കെ ചോദിച്ചിട്ട് അവിടെ ഇരുത്തും. ഇവൻ ചെല്ലുമ്പോഴേ കാര്യം പോലും അറിയാതെ ഈ ഒന്നുകിൽ SHO SIO ഇവനോട് ചാടിക്കയറുന്ന എത്രയോ സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഹുലെ, ഈ മാധ്യമപ്രവർത്തനം തുറക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് എത്രയോ പോലീസ് സ്റ്റേഷന്റെ തിണ്ണ നമ്മൾ ഇറങ്ങിയതാ. ആ സമയത്തൊക്കെ എത്രയോ കേസുകൾക്ക് വേണ്ടി നമ്മൾ പോയതാ. അന്ന് കേസ് അല്ല, ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് ഒരു കേസ് നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർക്ക് അവരുടെ മനസ്സിലൊരു ഐഡിയ ആണ്. എപ്പോഴും അവർ സ്ത്രീകൾക്ക് ഒപ്പം നിന്നിട്ട് സ്ത്രീകളുടെ കാര്യങ്ങളെല്ലാം കേൾക്കും. ചിലപ്പോൾ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അവർ മുകളിലേക്ക് എടുക്കാതെ ആ പുരുഷനോട് ചാടിക്കയറുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതെ, ആ അടിച്ചു കൊന്നോളയും നോക്കിക്കോണം, മറ്റേതാണ് മറിച്ചാണ്. വേണം, വേണ്ട എന്നല്ല, സ്ത്രീക്ക് സംരക്ഷണം വേണം, പുരുഷനും സംരക്ഷണം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഒരു സംഘടനയുടെ ആവശ്യമുണ്ട്. അത് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ രീതികൾ അല്ലെങ്കിൽ ഈ സംഘടനയുടെ രീതികളിൽ മാറ്റം വരുത്തി ഈ സംഘടന മുന്നോട്ട് കൊണ്ടുവന്നത് വളരെ നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ആ നിലപാട്, അതായത് ഞാൻ 800 രൂപ കൊടുത്തിട്ടാണ് എന്റെ പരിപാടി ആളെ വിളിച്ചത് എന്ന് പറഞ്ഞ ആ നിലപാടിനെ നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾക്ക് കൊടുക്കുന്ന അതേ പരിഗണന തന്നെ പുരുഷനും കൊടുക്കണം. അതെ, തുല്യത വേണം, സമത്വം വേണം. അവിടെ ഞാൻ ഒരു ഈ വനിതാ സംവരണം വെച്ചിട്ടുണ്ടല്ലോ. ഈ വനിതാ സംവരണം ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരണം. എന്താ അവിടെ വനിതകൾ ഇല്ലാഞ്ഞിട്ടാണ്? അല്ല,
എന്തോരം വനിതകളാണുള്ളത്, കഴിവുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും വനിതകൾ ഈ മേഖലയിലേക്ക് കടന്നു. ലോക്സഭയിലും നിയമസഭയിലും വനിതാ സംവരണം കൊണ്ടുവരണം. അതായത് അത് ഇതുപോലെയല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഉള്ളതുപോലെ തന്നെയുള്ള അത്രയും പെർസെന്റേജ് വനിതാ സംവരണം ഈ തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടുവരണം. അതെ. അപ്പം വട്ടിയൂർക്കാവ് പറഞ്ഞ ഒരു മറ്റൊരു പോയിന്റാണ്, ബാങ്കിലൊക്കെ കയറി ചിലവ് കൂടുതൽ, അത് അവർ PSC എഴുതി ജോലി മേടിക്കുന്നതാണ്. അതിനൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ പരിപാടി കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്.